ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി വേൾഡ് ഡിസൈൻസ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 3 ഏജിലുള്ള ഒരു കുട്ടിക്ക് ഫ്രോക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോയുമായിട്ടാണ്. യോക്കിലി പ്ലേറ്റ്സും നെക്കിൻ്റെ താഴെയായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനുമാണ് ഈ ഒരു ഫ്രോക്കിൻ്റെ പ്രത്യേകത. അപ്പം അതെങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് ഇട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. അവിടെ ഈ ഒരു മുത്ത് പിടിപ്പിക്കുന്നുമുണ്ട്. കണ്ടല്ലോ. അപ്പം ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതിനുവേണ്ടി സാറ്റിൻ്റെ ലൈനിങ് 1.5 മീറ്ററും നെറ്റ് 5 മീറ്ററും കോട്ടൺ ലൈനിങ് 1.5 മീറ്ററുമാണ് എടുത്തിട്ടുള്ളത്. കട്ടിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. യോക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്യാം. അതിനുവേണ്ടി കോട്ടൺ ലൈനിങ് എടുത്ത് ആദ്യം ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം. കണ്ടല്ലോ, ഇതുപോലെ 2 ഫോൾഡറായി മടക്കി വയ്ക്കുക. നമുക്ക് എത്രയാണ് വിഡ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ മടക്കി നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 2 പീസ് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ട് യോക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലെങ്ത്ത് വേണ്ടത് യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് 8 ആണ്. അതിലേക്ക് 1 ഇഞ്ച് ആഡ് ചെയ്ത് 9 ഇഞ്ചിൽ കട്ട് ചെയ്യാം. ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി ബാക്ക് പാർട്ട് ജിബ് വെക്കാൻ വേണ്ടി 1 ഇഞ്ച് ഏറെ ഇട്ടതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ 2 പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ലൈനിങ്ങിലാണ് ആദ്യം കട്ട് ചെയ്തത്. ഈ ലൈനിങ്ങിലുമാണ് നമ്മൾ എല്ലാ അളവുകളും വരച്ച് കട്ട് ചെയ്യുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഇതുപോലെ ബാക്ക് പാർട്ട് 1 ഇഞ്ച് ഏറെ ഇട്ടിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിലാണ് നമ്മുടെ അളവുകളൊക്കെ ചെയ്യുന്നത്. അതിനുവേണ്ടി ഷോൾഡർ 8 ആണ്. അതിൻ്റെ പകുതി 4 അടയാളപ്പെടുത്തുക. ആം ഹോള് 4.5 അടയാളപ്പെടുത്തുക, അതായത് 4.5. ഇനി ഒരു കർവ് വരയ്ക്കുക. അതിനുശേഷം ചെസ്റ്റ് 5.25 അടയാളപ്പെടുത്തുക. അതിലേക്ക് 1 ആഡ് ചെയ്യുക. വേസ്റ്റ് 5.5, അതിലേക്ക് 1 ആഡ് ചെയ്യുക. ഇനി ഒരു ഷേപ്പിന് വേണ്ടി 1/2 ഇഞ്ച് ഇതുപോലെ ഒരു കർവ് വരച്ച് അടയാളപ്പെടുത്തി എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായിട്ട് സാറ്റിൻ്റെ ലൈനിങ് എടുത്ത് ഇപ്പോൾ കോട്ടൻ്റെ ലൈനിങ്ങിൽ കട്ട് ചെയ്ത ആ ഒരു യോക്ക് പാർട്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. സാറ്റിൻ്റെ ലൈനിങ്ങിൽ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കോട്ടൺ ലൈനിങ് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി അടുത്തതായി സ്കേർട്ടിനുള്ള നെറ്റ് 5 മീറ്റർ നെറ്റാണ് എടുത്തിട്ടുള്ളത്. അതിനുവേണ്ടി ഇതുപോലെ മടക്കി വെച്ച് അതിൻ്റെ എഡ്ജ് ഭാഗം കട്ട് ചെയ്ത് നമുക്ക് എത്രയാണ് സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ 16 ഇഞ്ചാണ് നമുക്ക് വേണ്ട അളവ്. അതിലേക്ക് 1/2 ഇഞ്ച് ആഡ് ചെയ്ത് 16.5 അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ സ്കേർട്ടിന് വേണ്ടി ഒരു ലെയർ കട്ട് ചെയ്തെടുത്തു. ഇനി ഒരു ലെയറും കൂടി കട്ട് ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു അളവിൽ തന്നെ അടുത്തതും കട്ട് ചെയ്യാം. അപ്പോൾ സ്കേർട്ടിന് വേണ്ടി നമ്മൾ 2 ലെയർ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ ബാലൻസാണ് ഈ ഒരു പീസ്. അതിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് യോക്ക് പാർട്ടും ബാക്ക് യോക്ക് പാർട്ടും കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് യോക്ക് പാർട്ട് 2 പീസ് വേണം. അപ്പം നമുക്ക് 2 പീസ് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ബാക്ക് യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് യോക്ക് പാർട്ട് 2 പീസ് നമ്മൾ നെറ്റിൽ കട്ട് ചെയ്തെടുത്തു. ഉണ്ടല്ലോ, ഇതുപോലെ. ഇനി ബാക്ക് യോക്ക് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക.
അപ്പോൾ യോക്ക് പാർട്ട് കോട്ടൻ്റെ ലൈനിങ്ങിലും സാറ്റിൻ്റെ ലൈനിങ്ങിലും നെറ്റിലും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി വന്നിട്ടുള്ള ഒരു പീസ് നമുക്ക് യോക്കിൽ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ഇതിൻ്റെ എഡ്ജ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ മടക്കി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് മുട്ടുസൂചി കൊണ്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം യോക്ക് പാർട്ടിൽ അറ്റാച്ച് ചെയ്യുന്നത്. നെറ്റിൽ 2 പീസ് ഫ്രണ്ട് പാർട്ടിൽ കട്ട് ചെയ്യുന്നത് നമുക്ക് ഈ ട്രാൻസ്പറൻറ്റ് നെക്ക് കിട്ടാനാണ് കേട്ടോ. അപ്പോൾ 2 നെറ്റാണ് നമ്മൾ ഈ യോക്ക് പാർട്ടിന് വേണ്ടി ഫ്രണ്ട് പാർട്ടിൽ കട്ട് ചെയ്തെടുത്തത്. കണ്ടില്ല, ഈ ഒരു നെറ്റിൻ്റെ യോക്ക് പാർട്ടിലാണ് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ക്രോസിലാണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലീറ്റ്സ് മാത്രം ഇട്ടതിന് ശേഷം യോക്കിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഈ വീഡിയോയിൽ അത് ഉൾപ്പെട്ടിട്ടില്ല. കണ്ടില്ല, ഇതുപോലെ ഒരു ഭാഗത്ത് ഇട്ടതിന് ശേഷം അടുത്ത ഭാഗത്ത് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെയും പ്ലീറ്റ്സ് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു നെറ്റ് മാത്രം വെച്ച് പ്ലീറ്റ്സ് ഇട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ഒരു യോക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്യാം. ഇനി നെറ്റിൻ്റെ യോക്കിൽ നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. 2 ഇഞ്ച് വിഡ്ത്തും 2.5 ഇഞ്ച് ലെങ്ത്തും അടയാളപ്പെടുത്തുക. എന്നിട്ട് നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഷോൾഡറിൻ്റെ കണ്ടല്ലോ ഈ ഭാഗത്ത് ചെരിഞ്ഞൊരു കട്ടിങ് കൊടുക്കാം. ഇതുപോലെ 2 യോക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൽ. അപ്പോൾ ആ ഒരു പീസിലാണ് നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി സ്കേർട്ടിനുള്ള ലൈനിങ് കട്ട് ചെയ്യാം. സാറ്റിൻ്റെ ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും 15.5 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്ലീറ്റ്സ് ഇടുന്ന വീഡിയോ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നെറ്റിൽ യോക്ക് കട്ട് ചെയ്തല്ലോ, ആ യോക്കിലാണ് ഈ ഒരു പ്ലീറ്റ്സ് വെച്ച് അറ്റാച്ച് ചെയ്തത്. കണ്ടല്ലോ, ഇതുപോലെ ക്രോസ് ആക്കിയിട്ട് വെച്ചിട്ടാണ് ആ ഒരു പ്ലീറ്റ്സ് വെച്ചിട്ടുള്ളത്. നമ്മൾ കട്ട് ചെയ്തപ്പോൾ 2 പീസ് യോക്ക് പാർട്ടിന് വേണ്ടി നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു യോക്കിലാണ് ഈ ഒരു പ്ലീറ്റ്സ് അറ്റാച്ച് ചെയ്തത്. അടുത്തത് ഈ ഒരു യോക്കും. ഇനി നമുക്ക് ലൈനിങ്ങും കോട്ടൻ്റെ ലൈനിങ്ങും സാറ്റിൻ്റെ ലൈനിങ്ങും വി നെക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. സാറ്റിൻ്റെ ലൈനിങ്ങും കോട്ടൺ ലൈനിങ്ങും ഇതുപോലെ വി നെക്കാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, മറിച്ചിട്ടിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഭാഗത്തായിട്ട് നെക്കിന് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. കണ്ടല്ലോ, നമ്മുടെ പ്ലീറ്റ്സ് ഇട്ട നെക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ കോട്ടൺ ലൈനിങ് താഴെ വരുന്ന രീതിക്ക് ഈ ഒരു ലൈനിങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ താഴെ വരുന്ന ആ ഒരു കോണാകൃതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരാനാണ് ഇതുപോലെ അറ്റാച്ച് ചെയ്യുന്നത്. കണ്ടല്ലോ, ആ ഒരു പ്ലീറ്റ്സിൻ്റെ മുകളിലായിട്ട് നല്ല ഭാഗത്ത് കോട്ടൻ്റെ ലൈനിങ് വരുന്ന രീതിക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. അതിനുശേഷം രണ്ടാമത് നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ യോക്ക് പാർട്ട് എടുത്ത് അതിന് മുകളിൽ വെച്ച് നെക്കിൻ്റെ അതേ അളവിൽ ക്രമത്തിൽ വെച്ചതിന് ശേഷം നെക്കും ആം ഹോളും 1/4 ഇഞ്ച് വിഡ്ത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതുപോലെ സാറ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച രണ്ടാമത്തെ യോക്കിൻ്റെ നെറ്റെടുത്ത് നെക്കും ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. കണ്ടില്ല, ഇതുപോലെ ആം ഹോളും നെക്കും സ്റ്റിച്ച് ചെയ്ത് ബാക്കി വരുന്ന ബാലൻസ് കട്ട് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട് കൊടുത്ത് മറിച്ചിടുക.
കണ്ടില്ലേ, ഇതുപോലെ മറിച്ചിട്ടു. ഇങ്ങനെയാണ് നമ്മുടെ ഈ നെക്കിൻ്റെ യോക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്പെറൻറ്റ് നെക്കാണ് ഈ നെക്കിൻ്റെ താഴെയായിട്ട് വന്നിരിക്കുന്നത്. അപ്പം ആ ഒരു സ്റ്റിച്ചിങ്ങാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ കാണിക്കുന്നത്. ഇനി ലൈനിങ്ങും യോക്ക് പാർട്ടിൻ്റെ നല്ല പാർട്ടൊക്കെ ഒപ്പം വെച്ചതുപോലെ അറ്റാച്ച് ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഫിനിഷായി. ഇനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ല, ഈ ട്രാൻസ്പെറൻറ്റ് ആയിട്ട് കിട്ടാനാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തത്. ഷർട്ടിൻ്റെ ലൈനിങ്ങും നെറ്റും നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തു. ഇനി കോട്ടൻ്റെ ലൈനിങ് ഇതുപോലെ മടക്കി നെക്ക് അടയാളപ്പെടുത്തുക. ആദ്യം നമ്മൾ 1 ഇഞ്ച് ഏറെ ഇട്ടിരുന്ന ആ ഒരു ഭാഗം അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നും 1 ഇഞ്ച് 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇവിടുത്തെ 2 ഇഞ്ചും കണ്ടല്ലേ, ഇതുപോലെ ഫ്രണ്ട് പാർട്ട് ഇതുപോലെ വെക്കുക. ആം ഹോളിൻ്റെ അവിടെ നിന്ന് കറക്റ്റാക്കി 1/4 ഇഞ്ച് അകലത്തിൽ വെച്ചതിന് ശേഷം ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. കണ്ടല്ലേ, ഇതുപോലെ അടയാളപ്പെടുത്തി നെക്ക് വരയ്ക്കുക. നെക്ക് വരച്ചതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്ത് ഈ ഒരു നെറ്റും സാറ്റിനും അറ്റാച്ച് ചെയ്തതിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ മിഡിലെത്തുമ്പോൾ താഴേക്ക് സിബിന് വേണ്ടി മിഡിൽ കണക്കാക്കി വെച്ച് സൂചി നിർത്തി താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. ഇതുപോലെ മിഡിൽ അടയാളപ്പെടുത്തുക. എന്നിട്ട് 1/4 ഇഞ്ച് അകലത്തിൽ സൂചി നിർത്തി താഴേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇനി തിരിച്ച് അടുത്ത സൈഡും ഇതുപോലെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നെക്കിൻ്റെ അവിടെ എത്തുമ്പോൾ തിരിച്ച് നെക്ക് സ്റ്റിച്ച് ചെയ്യുക. കണ്ടല്ലോ, വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത അതിൻ്റെ എഡ്ജ് കട്ട് ചെയ്യുക. അതുപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്ത് മറിച്ചിടുക. ഇതുപോലെ ആം ഹോളും സ്റ്റിച്ച് ചെയ്തു. ഇനി ബാക്കിയിരുന്ന ഈ ഒരു പീസൊക്കെ കട്ട് ചെയ്ത് ഇതിന് വേണ്ട ആ ഒരു പോർഷൻ വേർതിരിച്ച് എല്ലാ ഭാഗവും ചെറിയ ചെറിയ കട്ടൊക്കെ കൊടുത്ത് മറിച്ചിടുക. മറിച്ചിടുന്നതിന് മുമ്പേ ഫ്രണ്ട് പാർട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ വെച്ച് നല്ല ഭാഗവും ചേർത്ത് വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭാഗവും ചേർത്ത് ഷോൾഡറിലേക്ക് ഇതുപോലെ ഉള്ളിലൂടെ കയറ്റി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇവിടെ അറ്റാച്ചിങ് കഴിഞ്ഞു. കണ്ടല്ലോ, ഇതുപോലെ മറിച്ചിട്ടാൽ ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഇൻവിസിബിൾ സിബാണ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ സിബ് അറ്റാച്ചിങ് കഴിഞ്ഞു. ഇനി ബാക്കിൽ കെട്ടാൻ വേണ്ടി ഒരു കയർ വെച്ച് അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡൊന്നായിട്ട് യോജിപ്പിക്കുക. ഈ ഒരു ഭാഗത്ത് മുത്ത് വെക്കാനുണ്ട്. ബാക്കിൽ കെട്ടാനുള്ള കയറ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കണ്ടല്ലോ. ഇനി സൈഡ് ഒന്നായിട്ടൊന്ന് അറ്റാച്ച് ചെയ്യുക.
അപ്പോൾ നമ്മുടെ സൈഡ് അറ്റാച്ചിങ്ങും കഴിഞ്ഞു. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി സ്കേർട്ട് ഇതിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ എത്ര തവണ വിട്ടതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും വിടുന്നില്ല. ഇങ്ങനെ പ്ലേച്ചിട്ടതിന് ശേഷം ഷാർട്ടിൻ്റെ ലൈനിങ്ങും നെറ്റും കോട്ടൺ ലൈനിങ്ങും ഒക്കെ ഇതുപോലെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ യോക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ അതിനനുസരിച്ച് ഇതുപോലെ സൈഡ് കൂട്ടിയതിന് ശേഷം യോക്ക് ഇതിൻ്റെ ഉള്ളിലേക്കിട്ട് സൈഡിൽ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ കറക്റ്റാക്കി പിടിച്ച് ഇതുപോലെ ഫുൾ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇനി ഈ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഭാഗത്ത് മുത്ത് പിടിപ്പിക്കാനുണ്ട്. അതുപോലെ ഈ ഒരു യോക്കിൻ്റെ താഴെയായിട്ട് ലേസ് അറ്റാച്ച് ചെയ്യാനുണ്ട്. ഈ ഒരു മുത്ത് പിടിപ്പിക്കുന്ന മെഷീൻ ഞാനിവിടെ അടുത്ത് വാങ്ങിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഈ ഒരു ട്രാൻസ്പെറൻറ്റ് നെക്കിൻ്റെ താഴെയായിട്ട് ട്രാൻസ്പെറൻ്റായിട്ട് കോണാകൃതിയിൽ വരുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങാണ് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടുന്ന ഓരോ മെത്തഡാണ് ഞാനിവിടെ വീഡിയോയിൽ വിടുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിങ്ങനെ ചെയ്യുന്ന ഓരോ മെത്തേഡും വീഡിയോയിൽ വിടുന്നത് മറ്റുള്ളവർ ഇതുപോലെ കണ്ട് പഠിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യുക. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.